കെട്ടുകഥ കസേരകളി കഥകളി. നമസ്തേ. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ഒരിടത്തുണ്ടായിരുന്ന ഒരു തരി കനൽ മറ്റ് മാറ്റങ്ങൾക്ക് വിധേയമാകാതെ മറ്റൊരിടത്തേക്ക് മാറുക എന്ന വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിന് കേരളം സാക്ഷിയായി. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ആലപ്പുഴയിലെ കനൽ കരിക്കട്ടയായെങ്കിലും ആലത്തൂരിൽ ഒരു തരി എരിയാൻ തുടങ്ങിയിരിക്കുന്നു. ദേശീയ തലത്തിൽ വോട്ടിംഗ് മെഷീൻ ചീത്തപ്പേരി കേൾപ്പിക്കാത്ത ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞത്. ഇടതങ്ങാൽ ഇല്ലാതായാൽ ഇന്ത്യ ഇല്ലാതാകുമോ എന്ന ആശങ്കയും അവസാനിച്ചു. 4-2 6 സീറ്റ് കിട്ടിയതിനാൽ ചിഹ്നം പോകില്ല. ഇടതിന് അഭിമാനിക്കാം, മരപ്പെട്ടിക്ക് ആശ്വസിക്കാം. കഥകളിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കെട്ടുകഥ കസേരകളി കഥകളി. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പോലെ തന്നെ ഒന്നിൻ്റെ കളിയായിരുന്നു ഇത്തവണയും. കഴിഞ്ഞ തവണ വലതിന് ആകെയുള്ളതിൽ 1 പോയപ്പോൾ ഇടതിന് 1 കിട്ടി. ഇത്തവണ വലതിന് 1 കൂടി പോയപ്പോൾ ഇടതിന് 1 പോയി മറ്റൊന്ന് കിട്ടി. BJPക്കാകട്ടെ ആദ്യമായിട്ട് 1 കിട്ടുകയും ചെയ്തു. കൂട്ടിക്കഴിച്ചു നോക്കുമ്പോൾ ആർക്കും വലിയ നഷ്ടമില്ല. ആർക്കും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കെ മുരളീധരന് നഷ്ടം മാത്രമേ ഉള്ളൂ. ഉള്ള വടകര പോവുകയും ചെയ്തു. ചെന്ന തൃശ്ശൂർ കിട്ടിയതുമില്ല. എനിക്ക് തൃശ്ശൂർ വേണം. ഇത് വലിയ ചതിയായി പോയിട്ടാ. നിങ്ങൾ എനിക്ക് ഈ തൃശ്ശൂർ തരണം. നിനക്ക് ടെൻഷൻ ഇല്ല, എനിക്കുണ്ട്. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങനെ എടുത്തോണ്ട് പോക്കോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ട് 2ാം സ്ഥാനം സുരേഷ് ഗോപി എത്തിയാൽ 1ാം പ്രതി പിണറായി വിജയനാണ്. 2ാം സ്ഥാനത്ത് എത്തിയാൽ കണക്കനുസരിച്ച് 2ാം സ്ഥാനത്ത് വരാൻ പാടില്ല. കാരണം 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലും മത്സരം UDF LDF തമ്മിലാണ്. ആ ചേക്കന്റെ എക്സ്പ്രഷൻസാ കണ്ട മക്ക കൺഫ്യൂഷൻ ആവും. ഒരു തീരുമാനം എടുക്കാൻ തുടങ്ങുമ്പോ അവന്റെ മുഖം അങ്ങോട്ട് കരയണം മാതിരിയാവും. അത് ഉഷാറിന് ഒരു കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇലക്ഷൻ്റെ അന്ന് കഴിഞ്ഞ മാർച്ച് 9-ാം തീയതി ഇവിടെ വന്നിറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഇലക്ഷൻ്റെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവും UDFനും ഇല്ല, സ്ഥാനാർത്ഥിക്കും ഇല്ല. അതുകൊണ്ട് നാളെ നല്ല ഭൂരിപക്ഷത്തോടെ UDF ജയിക്കും. ആ കാര്യത്തിൽ യാതൊരു സംശയവും കോൺഗ്രസിനോ UDFനോ ഇല്ല. വെറുതെ തുമ്പെ കൊണ്ട് കല്ലെടുപ്പിക്കായിരിക്കും. അതങ്ങോട്ട് ഒഴിവാക്കിന്റെ മേന്നെ അവനെ കൊണ്ട് പറ്റണതല്ല അവന് പറയാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞു വന്നത് വോട്ടെണ്ണുന്നതിന് മുമ്പ് നടന്ന കൂട്ടിക്കിഴിക്കലുകളാണ്. അതായത് ജൂൺ 4-ന് രാവിലെ 8 മണി വരെ നടന്ന കലാപരിപാടികൾ. തീർന്നില്ല, ഇനിയുമുണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന കണക്കുകൾ. 2019 10,30,000 ചെയ്തതെങ്കിൽ ഇത്തവണ 10,92,321 വോട്ടാണ് ഇത്തവണ പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ മിനിമം 4 ലക്ഷം വോട്ടെങ്കിലും UDFന് ലഭിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു അസസ്മെൻറ്റ്. ഞങ്ങളുടെ അസസ്മെൻറ്റിൽ 2ാം സ്ഥാനം LDFും BJPക്ക് 3ാം സ്ഥാനമാണ്. അവർക്ക് കിട്ടിയതിനേക്കാൾ പരമാവധി 25,000 വോട്ട് മാത്രമേ അവർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളൂ. നോക്കൂ, വിജയത്തിന്റെ പാതയിലേക്കുള്ള യാത്രയിൽ കുറുക്ക് വഴികളൊന്നുമില്ല. ഉറപ്പായി സുരേഷ് ഗോപി നമ്മുടെ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നത് ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. കാരണം കഴിഞ്ഞ തവണ സുരേഷ് ഗോപി 2019 വന്നിറങ്ങുമ്പോൾ ഒരു സിനിമാ താരം എന്നുള്ള ഒരു ഗ്ലാമർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കുറേ വ്യക്തിപരമായിട്ടുള്ള വോട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2024 എത്തിയപ്പോൾ അദ്ദേഹം തനി രാഷ്ട്രീയക്കാരനായി. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായിട്ടുള്ള വോട്ട് മാത്രമേ BJPക്ക് ഇത്തവണ ലഭിക്കാൻ ചാൻസ് ഉള്ളൂ. ഞാൻ പറയുന്നത് ഇനി വോട്ട് കൂടിയാൽ തന്നെ പരമാവധി 25,000 വോട്ടിൽ കൂടുതലൊന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ലഭിക്കില്ല. അതുകൊണ്ട് അട്ടിമറി നടന്നില്ലെങ്കിൽ, അട്ടിമറി എന്ന് വെച്ചാൽ ഞങ്ങളുടെ വോട്ട് നഷ്ടപ്പെട്ടിട്ടില്ല, ഇനി വല്ലാതെ LDF എന്ന് വല്ല ക്രോസ് വോട്ട് നടന്നാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് 2ാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയൂ. തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ്. അങ്ങനെ ഇരു മുന്നണികളുടെയും കണക്കുകൾ കംപ്ലീറ്റ് പൊളിച്ചുകൊണ്ട് ഫലം വന്നപ്പോൾ കേരളത്തിൽ താമര വിരിഞ്ഞു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. എന്നാൽ ദൗർഭാഗ്യവശാൽ തൃശ്ശൂര് BJPക്കാണ് വിജയമുണ്ടായത്.
ഒരിക്കലും ഉണ്ടാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിച്ച, അങ്ങനെ എല്ലാവരും അല്ല മുരളി സാറേ, നിങ്ങൾ കുറച്ചു പേർ. തൃശ്ശൂരിലെ 4,01,038 പേർ BJP ജയിക്കണമെന്ന് ആഗ്രഹിച്ചു. അതാണല്ലോ സാറിൻ്റെയൊക്കെ കാര്യം ഒരു തീരുമാനമായത്. ഒരിക്കലും ഉണ്ടാവരുത് എന്ന് എല്ലാവരും ആഗ്രഹിച്ച ഒരു അപ്രതീക്ഷിത വിജയം BJPക്ക് ഉണ്ടായി. ആരോരുമില്ലാത്ത തെണ്ടി പക്ഷേ 6 അടി മണ്ണിന്റെ ജന്മി, ഞാൻ 6 അടി മണ്ണിന്റെ ജന്മി. ഈ അപ്രതീക്ഷിതമായ പരാജയത്തിന്റെ ഒരു കാരണം ഞങ്ങൾ ഉറപ്പായി കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഉണ്ടായ വിള്ളൽ. അതാണ് ഇവിടെ ഇത്രയും ഒരു മുന്നേറ്റം BJPക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. എനിക്കറിയാം മുരളീധരൻ ആരാന്ന്. NDA ഒരു സീറ്റ് കേരളത്തിൽ നേടുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് NDAക്ക് ജയിക്കാനായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഞങ്ങൾ ഇതുപോലെ വലിയ തോൽവി, ഇവൻ നിനക്കൊരു പരാജയമാണ് എന്നും, ലോക പരാജയം, വലിയ തോൽവി ഏറ്റുവാങ്ങാൻ ഇടയായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം വിശദമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. ഇപ്പം ആണായി ജനിച്ചത് നമ്മുടെ ഭാഗ്യമാണ് ഈ കോൺഗ്രസ് പാർട്ടിയിൽ. ഇല്ലെങ്കിൽ ഇയാൾ ഈ പാർട്ടിയെ നാട്ടി തന്നെ പെണ്ണായിരുന്നെങ്കിൽ. മുരളീധരനെ കുറിച്ചൊരു പുസ്തകം എഴുതിയാൽ ഒരു പുതിയ കാമശാസ്ത്രം ഒരു പുസ്തകം കൂടി ഉണ്ടാക്കേണ്ടി വരും, പഴയത് കൂടാതെ. പല തെരഞ്ഞെടുപ്പുകളായി 11 തവണ തോറ്റ ശേഷം എബ്രഹാം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റായ. പക്ഷെ അതിത്ര നാറിയ പരാജയമല്ലായിരുന്നു. ഇലക്ഷന് വേണ്ടി വാങ്ങിച്ച പടക്കങ്ങളാ ജയിച്ചു കഴിഞ്ഞാൽ പൊട്ടിക്കാൻ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഏതായാലും അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയമാണ്. തോൽപ്പിക്കാൻ വെച്ചാൽ ഒരു മാന്യായിട്ട് തോൽപ്പിക്കണ്ടേ? ഇതെന്തൊരു തോൽവിയാ തോൽപ്പിക്കട്ടെ? 3ാമത്തെ ഇലക്ക് ഇട്ടതാ. ശവത്തില് കുത്തല്ലേ ചക്രവർത്തി. എന്തായാലും ഗോവിന്ദൻ മാഷ് ആള് ഡീസൻ്റ് ആണ്. മാഷ് തോൽവി അംഗീകരിക്കാനെങ്കിലും തയ്യാറായി. ഇനി തെറ്റുകുറ്റങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. തോൽവി ഞങ്ങൾ അംഗീകരിക്കുകയാണ്. തെറ്റുകുറ്റങ്ങളെല്ലാം നല്ലതുപോലെ സ്വയം വിമർശനപരമായി പരിശോധിച്ച് പാർട്ടി മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ഷനിൽ എവിടെ നടത്തേണ്ടി സെക്കൻഡ്. സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പലയിടത്തും പാർട്ടിക്കുണ്ട്. അത് തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തും കണ്ടല്ലോ. തിരുവനന്തപുരത്ത് 15,000 വോട്ടിനാണ് തരൂര് ജയിക്കുന്നത്, 1,700 വോട്ടിനാണ് അടൂർ പ്രകാശ് ജയിക്കുന്നത്. അപ്പൊ സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം പാർട്ടിക്കുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരിയായി ഇങ്ങനൊരു സാഹചര്യം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്നതൊരു കോട്ടം തന്നെയാണ്. ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. 2019 തെരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് ആ പാറ്റേൺ അനുസരിച്ചാണ് ഇപ്രാവശ്യവും കേരളത്തിൻ്റെ വിധിയെഴുത്ത് ഉണ്ടായത്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നാണ് മുരളീധരൻ പറയുന്നത്. കേരളത്തിൽ BJP താമര വിരിച്ച തെരഞ്ഞെടുപ്പ് എന്നത് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഇത് മുരളീധരൻ്റെ മൂട് കളഞ്ഞ തെരഞ്ഞെടുപ്പ് എന്നുകൂടി ചരിത്രത്തിൽ അടയാളപ്പെടുത്തും. ഇനിയൊരു മത്സരത്തിന് തൽക്കാലം ആലോചനയില്ല. കാരണം ഈ മത്സരിക്കാനുള്ളൊരു മൂഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തൽക്കാലം പൊതുരംഗത്ത് തന്നെ തൽക്കാലം ഒന്ന് വിട്ടുനിൽക്കും. പൊതുരംഗത്ത് കുറച്ചു കാലം വിട്ടുനിൽക്കുക. എന്റെ ഒരു മനസ്സമാധാനത്തിനാ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ കരുതും അന്ന് വലയിൽ കുരുങ്ങിയത് പിന്നെ പേടി തുറിയായി പോയിന്ന്. ഒരാളെ നന്നാവാനും സമ്മതിക്കൂലേ? പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ പണ്ട് പറഞ്ഞത് മാത്രമൊന്നുമല്ല കേട്ടോ മുരളീധരൻ തോക്കാൻ കാരണം. BJPക്കായി പ്രധാനമന്ത്രി വന്നു, ഇടതുപക്ഷത്തിനായി പിണറായി എത്തി, മുരളിക്കായി ആകെ വന്നത് ഒരു DK ശിവകുമാർ, അതും പൊരിവെയിലത്ത്. ആരായാലും തോറ്റുപോകും അല്ലേ? തൽക്കാലം ഒന്നിലേക്കുമില്ല. അല്ലാതെ ഇപ്പൊ ഒരു കാര്യമുണ്ട്, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇലക്ഷനിൽ എനിക്ക് ആകെ ഒരു പ്രയാസം ഉണ്ടായ ഒരു കാര്യമുണ്ട്. സുരേഷ് ഗോപിക്ക് വേണ്ടി 3 തവണ പ്രധാനമന്ത്രി വന്നു, സുനിൽകുമാറിന് വേണ്ടി പലയിടത്തും പിണറായി വിജയൻ വന്നു. എനിക്ക് ആകെ ഒരു DK ശിവകുമാർ കാലത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന നേരത്ത് മാത്രമേ വന്നു. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല, ഒന്നും ഇല്ലാത്തടത്തൊന്നും വന്നതൊന്നുമല്ല. 4 നേരം അന്തസ്സായിട്ട് ആഹാരം കഴിക്കുന്ന കുടുംബത്തിൽ നിന്നാ ഈ പള്ളിക്കാരുടെ നിർണയം വന്ന് കിടക്കുന്നത്. പൊതുവായിട്ടൊന്നും അവസാനിപ്പിക്കുന്നില്ല, കാരണം രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയം നിർത്തിയുള്ള കാര്യമില്ല. തൽക്കാലം പൊതുരംഗത്തേക്കില്ല. ഇനി മത്സരിക്കുന്ന ഒരു മൂഡിലേക്കും ഇല്ല.
കാരണം സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം എന്ന് പറയും. ഇനി ചെറുപ്പക്കാർ വരുമ്പോൾ ഞാൻ മാറി ഷാസി വന്നപ്പോൾ ഭൂരിപക്ഷം കൂടിയതുപോലെ ഇനി അടുത്ത തവണ തൃശ്ശൂര് ചെറുപ്പക്കാർ വരട്ടെ മത്സരിക്കാൻ, നിയമസഭയിലേക്കും കുറെ ചെറുപ്പക്കാർ വരട്ടെ. പിന്നെ നീ നിർത്തിക്കോ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്.